അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഡലിയാണ്. നമുക്ക് മാവ് അരയ്ക്കേണ്ട, കുഴയ്ക്കേണ്ട ഒന്നും വേണ്ട. നമുക്ക് പച്ചരിയും വേണ്ട, ഉഴുന്നും വേണ്ട. നമ്മൾ റവ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഇഡലി ചെയ്യാൻ പോകുന്നത്. അതിനെ ഞാനിവിടെ ഒരു ഇരുമ്പേട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇരുമ്പേട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 3 വറ്റൽമുളകും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 500 ഗ്രാം റവയാണ്. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മളങ്ങനെ പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിന് ആവശ്യമായിട്ടുള്ള പരുവത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല ഹാർഡായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കറിവേപ്പിലയാണ്. അതുകൊണ്ട് നമ്മളതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർക്കുന്നത്. 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1 ബീൻസ് ചോപ്പ് ചെയ്തത്, 1 സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് പാകത്തിനനുസരിച്ചുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി എടുക്കാം. നമ്മുടെ ഇഡലി മാവൊക്കെ ഒഴിക്കുന്ന പരുവല്ലേ, ആ പരുവാക്കി എടുക്കാം. നല്ല ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ നിൽക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ നിൽക്കണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ഇഡ്ഡലിയുടെ തട്ടെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിയുടെ തട്ടെടുത്തിട്ട് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിക്കുന്ന പോലെ നമുക്കൊന്ന് കോരി ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം കോരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിക്കാം. അങ്ങനെ നമ്മുടെ ഇഡലിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മളെന്നും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവരുണ്ടെങ്കിൽ, ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ കട്ട ചമ്മന്തി ഉണ്ടെങ്കിൽ ഉഷാറായി. നമുക്ക് വേറൊന്നും വേണ്ട. ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ്. നമ്മൾ എന്നും ഒരേപോലെ കഴിച്ചാൽ നമുക്ക് മടുക്കത്തില്ല. നമ്മളെല്ലാവരും ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ റെസിപ്പീസ് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള റെസിപ്പീസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.